നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് അയച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചു. ഈ ഒരു പ്രത്യേക കമ്പനി ഇതൊരു പെനി സ്റ്റോക്കാണ്. ഈ ഒരു കമ്പനി വളരെ നന്നാകുമെന്നും EV സെക്ടറിലേക്കും അതുപോലെ തന്നെ ഗ്രീൻ എനർജി സെക്ടറിലേക്കും ഒക്കെ ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ന്യൂസുകളൊക്കെ ഉണ്ടല്ലോ. എല്ലാ യൂട്യൂബിൻ്റെ അകത്തൊക്കെ നിറച്ചും കാണുന്നുണ്ട്, കുറേ വീഡിയോസിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി നന്നാകുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ആ കമ്പനിയെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒട്ടനേകം വീഡിയോകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണ്. ഹിന്ദിയിൽ മാത്രമല്ല, നമ്മുടെ തെലുങ്കിൽ കുറച്ചെണ്ണം കണ്ടു. അതേപോലെ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, മലയാളത്തിൽ പോലും ഈ സ്റ്റോക്ക് മൾട്ടിബാഗർ ആകുമെന്നും പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടു. എന്തുകൊണ്ടാണ് ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞത്? കാരണം മലയാളത്തിൽ ഇത്തരത്തിലുള്ള സാധാരണ പെനി സ്റ്റോക്കുകളെയൊക്കെ പുകഴ്ത്തി പറയുന്ന വീഡിയോകൾ അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ദീപ് ഡയമണ്ട് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഞാനപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ആ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പം എല്ലാം ഈ ഒരു വീഡിയോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ സ്പോൺസേഡ് ഇതായിട്ടും ഒക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ ഈ സാധാരണ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് ഈ വീഡിയോ പ്ലേ ചെയ്യും. ഹിന്ദിയിലുള്ള മിക്ക വീഡിയോകൾക്കും മുഖമില്ല. ആരാണെന്നോ എന്താണ് പറയുന്നതെന്നോ ഉള്ള പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഒന്നും ഈ വീഡിയോകൾക്കില്ല. ഇത്തരത്തിലുള്ള ചാനലുകളിൽ വരുന്ന മിക്ക വീഡിയോകളും ഈ പെനി സ്റ്റോക്കുകളെ പമ്പ് ആൻഡ് ഡംപ് എന്നൊരു വിചാരത്തിൽ കൊണ്ടുവന്നതാണ്. 2 or 3 ഇതേപോലത്തെ ഒരു പമ്പ് ആൻഡ് ഡംപ് ഓപ്പറേഷൻസ് കഴിയുമ്പോൾ ചാനലിൻ്റെ പേര് മാറ്റുന്നു, അല്ലെങ്കിൽ ചാനൽ തന്നെ അടച്ചു പൂട്ടുന്നു. കാരണം ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് ഇതേപോലത്തുള്ള പെയ്ഡ് പ്രൊമോഷൻസ് നടത്തുന്നത്. കോടികളുടെ സ്റ്റോക്കുകൾ വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലക്ഷങ്ങൾ മുടക്കി പ്രൊമോഷൻ നടത്തിയാൽ ഇതിൻ്റെ വില ഇരട്ടിക്കുമ്പോൾ അവയിൽ നിന്നുള്ള ലാഭം കിട്ടുമെന്നുള്ളത് മറ്റൊരു കാര്യം. ഹിന്ദിയിൽ മിക്കതും മുഖമില്ലാത്ത വീഡിയോകളാണെങ്കിൽ മലയാളത്തിലും തെലുങ്കിലും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു മിക്കതും ഇത്തരത്തിലുള്ള ഹിന്ദി ചാനലുകൾ കണ്ടിട്ട് അതിൻ്റെ മലയാളം വേർഷൻ വന്നതാകാനാണ് വഴി. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഒരു നെക്സസിൻ്റെ ഭാഗമായി തീരുകയാണ് ഇത്തരക്കാർ എന്ന് അവരറിയുന്നില്ല. പ്രത്യേകിച്ച് പെനി സ്റ്റോക്കുകളെ തപ്പി ഒത്തിരി പേർ ഇരിക്കുന്നുണ്ട്. പലർക്കും 10,000 രൂപയുടെ ഒരു സ്റ്റോക്ക് കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ തോന്നുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ 10,000 രൂപയ്ക്ക് 1 രൂപയുടെ 10,000 ഷെയർ വാങ്ങിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മനോവ്യാപാരങ്ങളെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് സ്ക്രീനൊക്കെ ഇതുപോലെയാണ് വരുന്നത്. ഈ ഒരു കമ്പനിയുടെ പേര് ദീപ് ഡയമണ്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. BSE കോഡും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ദീപ് ഡയമണ്ട് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില ബ്രോക്കേഴ്സിൻ്റെ ആപ്പിൻ്റെ അകത്ത് വരാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എല്ലാവർക്കും കിട്ടണമെന്നുള്ളതുകൊണ്ട് BSE കോഡ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നറേഷൻ മാത്രമേ ഉള്ളൂ ഈ പ്രൊമോട്ടഡ് വീഡിയോയ്ക്ക്. ഇപ്പോൾ ഏകദേശം 6 രൂപ 7 രൂപ വില നിലവാരത്തിലൊക്കെയാണ്. ടാർഗറ്റ് 50 രൂപ ആകുമെന്ന് പറയുന്നു. അത് ഏകദേശം 8 ഇരട്ടിയോളം. സ്റ്റോപ്പ് ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് 5 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്താണ് വിശദമായിട്ട് പറയുന്നത് ഇത് EV സെക്ടറിൻ്റെ അകത്തേക്കും കുതിച്ച് മുന്നേറി പോകുന്നു. അതേപോലെ തന്നെ ഗ്രീൻ എനർജിയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഈ ഗ്രീൻ എനർജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പിനേക്കാളും ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെയാണ് ഈ കമ്പനി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഈ പറഞ്ഞതുപോലെ ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ആകെ 23 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 7 രൂപ ചില്ലാനത്തിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ 6 രൂപ. അപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്നൊക്കെ പറയുന്നത് വലിയ കൂടുതലാണെന്നും പറയാൻ കഴിയില്ല. കമ്പനി പ്രധാനമായിട്ടും 18 കാരറ്റ് ഗോൾഡിന്റെ മാർക്കറ്റിംഗ് സെയിൽസും ഒക്കെയാണ് നടത്തുന്നത്. എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് ഒന്നും ഇല്ല. രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ കമ്പനിക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഒന്നുമില്ല. നോൺ സീറോ ആയിട്ടുള്ളൊരു സെയിൽസ് ഉണ്ട് എന്നുള്ളത് എന്തായാലും കുറച്ചൊരു ആശ്വാസകരമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നോൺ സീറോ വാല്യൂ ആയിട്ടുണ്ട്. അതുപോലെ റിസർവ്സ് ആണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്സും വർദ്ധിച്ചതായിട്ട് കാണുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ 2024 മാർച്ചിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ അത് നെഗറ്റീവാണ്. ICR ഒട്ടും കൺവിൻസിങ് അല്ല. ഇതിൻ്റെ അകത്ത് മറ്റ് കൗതുകരമായിട്ടുള്ളൊരു കാര്യം ഒന്ന് തോന്നിയത് ഇതിൻ്റെ അകത്ത് FI ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ FI എന്ന് പറയുന്നത് വികാസ ഇന്ത്യ EAF ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇൻക്യൂബ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടാണ്. ഇതൊരു ഇന്ത്യൻ ഫണ്ട് തന്നെയാണ്. FI ആയിട്ട് മൗറീഷ്യസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഏകദേശം 1% ഹോൾഡ് ചെയ്യുന്നു. അതായത് ഏകദേശം 20 ലക്ഷത്തിൻ്റെ അടുത്ത് രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ളത് അവർ ഹോൾഡ് ചെയ്യുന്നു എന്നർത്ഥം. സാധാരണ രീതി അതൊരു വലിയൊരു സംഖ്യയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഡിസംബർ 2023 ഏകദേശം 44% പ്രൊമോട്ടർ ഹോൾഡിംഗ് സെപ്റ്റംബർ 2022 എത്തിയപ്പോഴത്തേക്കും
അത് 0.13% കുറയുകയും പിന്നീട് അങ്ങോട്ട് 0.08 കുറയുകയും ചെയ്തു. അതായത് ഏകദേശം 0 എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 100% പബ്ലിക്കിന്റെ തലയിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം. യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ചില ചെറിയ കള്ളക്കളികൾ മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ പ്രൈസ് മൂവ്മെന്റും അതുപോലെ പബ്ലിക്കിന്റെ അകത്ത് ഹോൾഡ് ചെയ്യുന്നവരും ഇവർ ഹോൾഡ് ചെയ്യുന്നതും ഓഫ്ലോഡ് ചെയ്യുന്നതും സമയങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സ്പോൺസേർഡ് വീഡിയോസ് ഒക്കെ പ്രൊമോട്ടഡ് വീഡിയോസ് ഒക്കെ യൂട്യൂബിന്റെ അകത്ത് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാകുകയുള്ളൂ. ആരാണത് കൊടുക്കുന്നു എന്ന് കൂടിയേ മനസ്സിലാവുകയുള്ളൂ. പ്രൊമോട്ടേഴ്സ് ആണ് ഇത് കൊടുക്കുന്നത് എന്ന് കരുതുക വയ്യ, മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് പബ്ലിക് ഹോൾഡിംഗ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം 2022 മുതൽ, കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ 2022 ഡിസംബർ മുതൽ ചിന്തൻ രോഹിത് കുമാർ ഷാ, കമാൽ പരീഖ് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, നരേന്ദ്ര പുരുഷോത്തം ശലാർ, രവീന്ദ്രകുമാർ ചോർദിയ എന്നിങ്ങനെയുള്ളവർ ഏകദേശം 2.5-3% കമാൽ പരീഖ് ആണെങ്കിൽ 5% അടുത്ത് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ട്രേഡിംഗ് കമ്പനി ആയിട്ടുള്ള ഭവിഷ്യ ഇ-കോമേഴ്സ് അവർ 2022 ഏകദേശം 19% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ജൂൺ 2024 വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഒറ്റയടിക്ക് ഓഫ്ലോഡ് ചെയ്തു. ഇതേ കാര്യം തന്നെയാണ് ഞാൻ മുൻ പറഞ്ഞ എല്ലാവരും ചെയ്തിട്ടുള്ളത്. അവരവരുടെ ഹോൾഡിംഗ് കുത്തനെ കുറച്ചു. ഇവരെല്ലാവരും പബ്ലിക് ഹോൾഡിങ്ങിന്റെ ഭാഗമാണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഈ 2024 ജൂൺ സെപ്റ്റംബർ ക്വാർട്ടറിൽ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ ലാഭമെടുത്ത് പിൻവാങ്ങുകയും ഇത് നിക്ഷേപകരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത്. 2024 ഈ പറഞ്ഞ ക്വാർട്ടറുകളിൽ 5-5.5 രൂപ വില നിലവാരത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 1.5 മാസം കൊണ്ട് അപ്പർ സർക്യൂട്ടിലേറി ഏകദേശം 12 രൂപയോളൊക്കെ എത്തി. അതായത് ഏകദേശം ഇരട്ടിയോളമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്നർത്ഥം. അതിനുശേഷം കുറച്ച് ലോവർ സർക്യൂട്ടുകളും അപ്പർ സർക്യൂട്ടുകളും മാത്രമായിട്ട് ഈ ഒരു സ്റ്റോക്ക് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഈ ഒരു സമയത്തൊക്കെ ആയിട്ട് ഇവരെല്ലാവരും അവരുടെ ഹോൾഡിങ്സിൻ്റെ അകത്തുനിന്ന് ഓൾമോസ്റ്റ് എക്സിറ്റ് ആവുകയോ അല്ലെങ്കിൽ അവർ മോശമില്ലാത്തൊരു ലാഭം എടുക്കുകയോ ചെയ്തു. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ പോലും അവർക്ക് ഒരു നഷ്ടവും വരാനില്ല എന്ന അവസ്ഥയിലായി. പക്ഷെ തികച്ചും വീണ്ടും ഇനിയും കയ്യിലുണ്ട് കുറച്ച് സ്റ്റോക്ക്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ലോവർ സർക്യൂട്ടിലേക്ക് വന്ന് ഏകദേശം നവംബർ 13 വരെ ഏകദേശം താഴോട്ടുള്ളൊരു വരവായിരുന്നു. അതിനുശേഷം മോശമില്ലാത്ത ഈ കഴിഞ്ഞ പ്രൊമോഷനൊക്കെ തുടങ്ങുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട്. കാരണം നിങ്ങൾ ഈ ഒരു യൂട്യൂബ് വീഡിയോകൾ ഈ ഒരു ദീപ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ടാണ് ഈ വീഡിയോകളുടെ ഈ ഒരു പ്രളയം. അതിനെ തുടർന്ന് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് ഇത് തുടർച്ചയായിട്ടുള്ള അപ്പർ സർക്യൂട്ടിലുമാണ്. ഇന്നും ഇത് അപ്പർ സർക്യൂട്ടിലാണ്. 6 രൂപ ചെല്ലുവാനത്തുനിന്ന് ഏകദേശം 7 രൂപയിലേക്ക് എത്തി. അതായത് ഏകദേശം 20% ഉയർന്നു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു അപ്പർ സർക്യൂട്ട്, ഈ ഒരു വീഡിയോ പ്രൊമോഷനും ഇതെല്ലാം ഇതിന്റെ ഒരു വില 9 രൂപ വിലത്തിൽ എത്തുന്നവരെ തുറന്നേക്കാം. ഈ ഒരു സമയത്ത് വീണ്ടും ഒരു ലോവർ സർക്യൂട്ടിലേക്ക് തന്നെയുള്ള ഒരു പോക്ക് ആരംഭിച്ചേക്കാം. പിന്നെ ഇവർ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഫയലിങ്സ് ഒക്കെ എടുത്തു നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് എക്സ്ചേഞ്ച് ഫയലിംഗ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് 2022 ഒക്ടോബറിലാണ്. 2022 ഒക്ടോബറിൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ തന്നെ ഒന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ അമെൻമെന്റിന്റെ അകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ദീപ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ആകാശത്തിന്റെ തീഴയും ഭൂമിക്ക് മുകളിലുള്ള എന്ത് ബിസിനസ് ചെയ്യാമെന്ന രീതിയിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ്. ബൾക്ക് ഡ്രഗ് മാനുഫാക്ചറിങ് മുതൽ കൺസൾട്ടൻസി മുതൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വരെയായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മാറ്റി. അപ്പോൾ കാര്യങ്ങൾ ഒരു പരിധിവരെ സുവ്യക്തമാണ്. ന്യൂസ് ഉണ്ടാക്കുക, കമ്പനിയുടെ വില മുകളിലേക്ക് കയറ്റുക, ഇതിന് ഉപോത്ഫലമായിട്ട് പുറകെ കുറച്ചൊരു മീഡിയ പബ്ലിസിറ്റിയും നടക്കുക. പമ്പ് ആൻഡ് ഡംപിന്റെ മറ്റൊരു വേർഷനായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണുവാൻ കരുതിയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് വീഡിയോകളൊക്കെ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഇതുപോലുള്ളതിനെ കുറിച്ചൊക്കെ വളരെയധികം അവബോധമുള്ളവരാണ്. പക്ഷെ എങ്കിൽ പോലും ചിലരൊക്കെ ശരിക്കും ബിരിയാണി ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ചെന്ന് തലയിടുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സുപരിചിതമായിട്ടുള്ള ചില മുഖങ്ങൾ അവർ ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പം അത് സത്യമാണെന്ന് കരുതിയിട്ടും അവരുടെ മുകളിലുള്ള ഒരു വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞൻ സ്റ്റോക്കുകൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളതൊരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിന്റെ ഇരകളായി മാറിയേക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീമിന്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ ലാഭം വരുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മാത്രമേ സാധ്യമാകൂ. കാരണം 5 രൂപയ്ക്ക് വാങ്ങിച്ചത് തുടർച്ചയായിട്ടുള്ള അപ്പർ സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനിയും മുകളിലേക്ക് പോകും, 50 രൂപയിലേക്ക് എത്തും ഇവർ പറയുന്ന പോലെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കാത്തിരിക്കും. 5 രൂപയ്ക്ക് വാങ്ങിച്ച് ചിലപ്പോൾ 25 രൂപ എത്തിയാൽ പോലും ചിലപ്പോൾ വിൽക്കില്ല. അതിനുശേഷം അത് പിന്നെ തുടർച്ചയായിട്ട് താഴേക്ക് വന്ന് ചിലപ്പോൾ 1 രൂപയിലേക്കായിരിക്കും. ഇതിനിടയ്ക്കുള്ള ഈ തുടർച്ചയായ ലോവർ സർക്യൂട്ടുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തലയൂരാൻ പറ്റിയൊന്നും ഇരിക്കില്ല.
അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം കെണികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഗുണത്തോടൊപ്പം തന്നെ ദോഷവും കൊണ്ടുവരാൻ സാധ്യമായിട്ടുള്ളതാണ്. ഇത്തരമുള്ള സ്റ്റോക്കുകളൊക്കെ ചെന്ന് തലയിടണമെന്നുള്ളവർക്ക് തലയിടാവുന്നതാണ്. കുറേ പേരൊക്കെ പറയും താങ്കൾ നെഗറ്റീവ് മാത്രം പറയുന്നതാണ്, റിസ്ക് ഒരിക്കലും എടുക്കില്ല. റിസ്ക് എടുക്കുകയും നെഗറ്റീവ് പറയാണ്ടിരിക്കുകയൊക്കെ ചെയ്യാം വളരെ നന്നായിട്ട്. പക്ഷേ അതൊരിക്കലും ആർക്കും ഗുണപ്പെടുകയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിനെ കുറിച്ചും നല്ലത് മാത്രം പറയുന്നത്. കൂടാതെ എല്ലാത്തിനെ കുറിച്ചും നല്ലത് മാത്രം പറയാനാണെങ്കിൽ പറയാൻ ആരും വേണ്ട. സ്വന്തമായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്താൽ മാത്രം മതി. എല്ലാം നല്ലതാണെന്ന് പറയാൻ വേണ്ടി അനേകായിരം ആളുകൾ ഇവിടെയുണ്ട്. മോശമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ മാത്രമേ സത്യത്തിൽ സമയവും പരിശ്രമവും ആവശ്യമുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.